വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. നമ്മളിപ്പോൾ സെല്ലിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ പ്രോകാരിയോട്ടിക് സെല്ലിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ യൂകാരിയോട്ടിക് സെല്ലിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ ഏറ്റവും പുറമെയുള്ള മെംബ്രെയിൻ. പ്ലാന്റ് സെല്ലിനാണെങ്കിൽ അഡീഷണൽ ആയിട്ട് അതിൻ്റെയും പുറമെയായിട്ട് സെൽ വോൾ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ നമുക്ക് സെല്ലിനകത്ത് എന്തൊക്കെയുണ്ട് അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ സെൽ മെംബ്രെയിൻ കഴിഞ്ഞ് സെല്ലിനകത്തായിട്ട് ഒരു ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ഏസ് സൈറ്റോപ്ലാസം. അപ്പോൾ സെല്ലിനകത്ത് സെൽ വോൾ ഉണ്ട്. ഏറ്റവും പുറമെയായിട്ട് സെല്ലില് സെൽ വോൾ. സെൽ വോളിൻ്റെയും അകത്താണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സെൽ വോൾ പുറമേ ഉള്ളത് സെൽ വോൾ. സെൽ വോള് പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്തായിട്ട് ഒരു ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിനകത്തുള്ള ആ ഫ്ലൂയിഡിന് സൈറ്റോപ്ലാസം എന്ന് പറയും. ഇൻ ദി സൈറ്റോപ്ലാസം there are so many membrane bound structures. സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ആ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സിന് നമ്മൾ എന്ത് പേര് പറയും? പറഞ്ഞു തന്നതല്ലേ. എന്താണ് അതിന് പേര് പറയുന്നത്? ഓർഗനൽസ്. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ ഒരുപാട് ഓർഗനൽസ് ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് അതിനെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓരോ ഓർഗനൽസിനെ കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിന്ന് അതിനെക്കുറിച്ച് പഠിക്കാം. ഇൻ ദി സൈറ്റോപ്ലാസം there are several organelles. അപ്പോൾ ഇതിനകത്ത് നിറച്ച് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. They are distinct in their structure and function. ഓരോ ഓർഗനലിനും പ്രത്യേക ഫങ്ഷൻ ഉണ്ട്. അതുപോലെ അതിന് പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. ഓരോന്നും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ഓർഗനലും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓരോന്നിനും സെപ്പറേറ്റ് ഫങ്ഷനും അതുപോലെ അതിന് സ്ട്രക്ചറും ഉണ്ട്. എന്നാലും ഔട്ട് ഓഫ് ദീസ് there are some organelles, they form endomembrane system. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഓർഗനൽസ് ഉണ്ട്. അതില് ചില ഓർഗനൽസ് ചേർന്ന് നമ്മൾ അതിനെ എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയും. ബിക്കോസ് their functions are coordinated. ഏകദേശം ഒരേപോലത്തെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ കോഓർഡിനേറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് they are known as endomembrane system. അപ്പൊ കുറെ ഓർഗനൽസ് ഉണ്ട്. അതില് ചില ഓർഗനൽസ് ആണ് ഇങ്ങനെ ഒരു കോഓർഡിനേറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയും. ഈ എൻഡോമെംബ്രെയിൻ സിസ്റ്റം ഇൻക്ലൂഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോംസ് ആൻഡ് വാക്യൂൾ. അപ്പോൾ ഇതെല്ലാം ഓർഗനൽസ് ആണ്, സെപ്പറേറ്റ് ഓർഗനൽസ് ആണ്. പക്ഷേ അവരുടെ ഫങ്ഷൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഓർഗനൽസ് ഏതെല്ലാമാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോംസ് ആൻഡ് വാക്യൂൾസ്. ഈ 4 ഓർഗനൽസിനെ ചേർത്താണ് നമ്മൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതില് നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതെന്താണെന്ന് നോക്കാം. എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആർ സ്കാറ്റേർഡ് ഇൻ ദി സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ അവിടെയായിട്ട് ഇതുപോലെ ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് കാണാം. അതിനെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. There are 2 types of endoplasmic reticulum. Endoplasmic reticulum are of 2 types: rough endoplasmic reticulum and smooth endoplasmic reticulum. Rough endoplasmic reticulum is with ribosomes. Ribosomes attached to the outer membrane of a endoplasmic reticulum is known as rough endoplasmic reticulum. rough endoplasmic reticulum എന്ന് പറഞ്ഞാൽ
എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിത്ത് റൈബോസോംസ്. റൈബോസോംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പുറത്ത്. ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതുപോലെ ട്യൂബുകളാണ്. അത് ചിലപ്പോൾ ബ്രാഞ്ച് ഒക്കെ ഉള്ള ട്യൂബുകൾ കാണാം. ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇതിന്റെ പുറത്തായിട്ട് റൈബോസോം അറ്റാച്ച് ചെയ്ത് കാണും. ഇതിന്റെ പുറത്ത് റൈബോസോം ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സൈറ്റോപ്ലാസ്റ്റിൽ ഇതുപോലെ കുഴല് പോലെയാണ് ഇരിക്കുന്നതെന്ന്. അതിന്റെ പുറത്തായിട്ട് റൈബോസോം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെ റൈബോസോം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. റൈബോസോംസ് ആർ ഗ്രാനുലാർ പാർട്ടിക്കിൾസ്. ഗ്രാനുകൾ പോലെ, മണ്ണ് പോലെ, ഇങ്ങനെ ചെറിയ തരി പോലെ ഇരിക്കുന്നതാണ്. അപ്പൊ അത് ഇതിന്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ഇതിന്റെ പുറം റഫായിട്ട് മാറും, അല്ലേ? പരിവരുത്തതാവില്ലേ? അങ്ങനെ റഫായിട്ട് വരുന്നത് കൊണ്ട് അതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിത്തൗട്ട് റൈബോസോം. റൈബോസോം ഇല്ലെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് കാണപ്പെടുന്നു. അപ്പോൾ സ്മൂത്ത് ആയിട്ട് കാണുന്നത് കൊണ്ട് അതിനെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിത്ത് റൈബോസോം ആൻഡ് വിത്തൗട്ട് റൈബോസോം രണ്ട് ടൈപ്പ് ഉണ്ട്. വിത്ത് റൈബോസോം ആണെങ്കിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. വിത്തൗട്ട് റൈബോസോം ആണെങ്കിൽ അതിനെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ ലിപ്പിഡ് സിന്തസിസ്. അപ്പൊ രണ്ടിന്റെയും ഫംഗ്ഷൻ പ്രത്യേകമായിട്ട് പഠിച്ചു വെക്കണം. ഒന്ന് ലിപ്പിഡ് സിന്തസിസും ഒന്ന് പ്രോട്ടീൻ സിന്തസിസും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസ് ഓർ ഗോൾഗി ബോഡീസ് എന്ന് പറയും. ഒന്നുകിൽ ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡീസ്. പണ്ടത്തെ പേരായിരുന്നു ഗോൾഗി അപ്പാരറ്റസ്. ഇപ്പോൾ അതിനെ ഗോൾഗി ബോഡീസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഗോൾഗി അപ്പാരറ്റസ് ഓർ ഗോൾഗി ബോഡീസ്, they were first discovered by കാമില്ലോ ഗോൾഗി. കാമില്ലോ ഗോൾഗി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡീസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ടെക്സ്റ്റിലുള്ള പേരുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ബുക്കിൽ നിന്നാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ആ സയന്റിസ്റ്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ കാമില്ലോ ഗോൾഗി എന്നൊരു സയന്റിസ്റ്റ് ആണ് ഈ ഗോൾഗി അപ്പാരറ്റസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഇനി ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡീസ്, ദേ ആർ ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് ഓർഗനൽസ് ഇൻ ദി സൈറ്റോപ്ലാസം. ഡിസ്ക് ഷേപ്ഡ് അല്ലെങ്കിൽ സാക്ക് ഷേപ്ഡ്, സാക്ക് പോലെ, സഞ്ചി പോലെ കാണപ്പെടുന്ന ഓർഗനൽസ് ആണ്. ഓർഗനൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിന്റെ പുറത്ത് മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ്, സൈറ്റോപ്ലാസത്തിൽ കാണുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ്, അതായത് ഒരു സഞ്ചി പോലെ അല്ലെങ്കിൽ സാക്ക് പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ്. ഇങ്ങനെ കാണും. ഒരു സഞ്ചി പോലെ അല്ലെങ്കിൽ സാക്ക് പോലെ ഒക്കെ ഇരിക്കും. കുറെ എണ്ണം നമ്മള് ഇപ്പൊ സഞ്ചി ഇങ്ങനെ ഒരു ചാക്ക് അല്ലെ, അതിങ്ങനെ അടുക്കി വെച്ച് എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്നതാണ് ഈ പറഞ്ഞ ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറെ എണ്ണം അടുക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ ഇരിക്കും. കുറെ എണ്ണം ഇങ്ങനെ ചേർത്താണ് ഇതിരിക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് രണ്ട് ഫേസുകളുണ്ട്. ഒരു കോൺകേവ് ഫേസ് ആൻഡ് കോൺവെക്സ് ഫേസ്. കോൺകേവും കോൺവെക്സും നിങ്ങൾ മിററൊക്കെ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കോൺകേവ്, തോട്ട് വലിഞ്ഞിരിക്കുന്നത് കോൺവെക്സ്. അപ്പോൾ ഇതിന് ഒരു കോൺകേവ് സൈഡ് അല്ലെങ്കിൽ ഒരു കോൺകേവ് ഫേസും ഒരു കോൺവെക്സ് ഫേസും ഉണ്ട്. ഈ വീർത്തിരിക്കുന്ന വശം കോൺകേവ് ഫേസിനെ ട്രാൻസ് എന്ന് പറയും. ഇതിനെ നമ്മൾ ട്രാൻസ് ഫേസ് ആൻഡ് ഇത് സിസ് ഫേസ്. അപ്പോൾ കോൺവെക്സ് ഫേസിനെ സിസ് ഫേസ് എന്നും കോൺകേവ് ഫേസിനെ ട്രാൻസ് ഫേസ് എന്നും പറയും. അപ്പൊ അങ്ങനെ രണ്ട് ഫേസ് ഇതിന് ഉണ്ട്, സിസ് ഫേസ് ആൻഡ് ട്രാൻസ് ഫേസ്.
ഇനി ഇതിന്റെ ഫംഗ്ഷൻ, ഗോൾഗി അപ്പാരറ്റസ് ഓർ ഗോൾഗി ബോഡീസ് പെർഫോം ദി ഫംഗ്ഷൻ ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽസ് ആൻഡ് ദേ ഡെലിവേർഡ് ഇറ്റ് ഇൻ ടു ദി സെൽ. സെല്ലിനകത്തേക്ക് അത് അതിനകത്ത് കുറെ മെറ്റീരിയൽസിനെയൊക്കെ അത് പാക്ക് ചെയ്തിട്ട് ഡെലിവേർഡ് ടു ദി സെല്ലിലേക്ക് തന്നെ ഇടും, അല്ലെങ്കിൽ ദേ സെക്രീറ്റഡ് ടു ഔട്ട്സൈഡ് ദ സെല്ലിന് പുറത്തേക്ക് അതിനെ കളയുന്നു. ഇങ്ങനെ രണ്ട് തരത്തിലുള്ളത് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാക്കേജിങ് ഓഫ് മെറ്റീരിയൽസ്. ആ മെറ്റീരിയൽസിനെ പല മെറ്റീരിയൽസ് ആകാം, അപ്പൊ അതിനെ പാക്ക് ചെയ്തിട്ട് അതിനെ ചിലപ്പോ ആ സെല്ലിനുള്ളിൽ തന്നെ ഡെലിവർ ചെയ്യുന്നു, ചിലപ്പോ അത് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. അതാണ് അതിന്റെ ഫംഗ്ഷൻ. ഗോൾഗി അപ്പാരറ്റസ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഗ്ലൈക്കോലിപ്പിഡ്സും ഗ്ലൈക്കോപ്രോട്ടീനും ഉണ്ടാകുന്ന സൈറ്റ് ആണ് ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് പാക്കേജിങ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഡെലിവേർഡ് ഇറ്റ് ഇൻ ടു ദി സെൽ ഓർ ഔട്ട്സൈഡ് ദ സെൽ. ഒന്നുകിൽ സെല്ലിനകത്ത് അല്ലെങ്കിൽ സെല്ലിന് പുറത്തേക്ക് അത് ഡെലിവർ ചെയ്യുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് ദ സൈറ്റ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ദ നെക്സ്റ്റ് ഓർഗനൽ ഈസ് lysosomes. They are membrane-bound vesicular structures formed by the process of packaging in the ഗോൾഗി അപ്പാരറ്റസ്. അപ്പൊ ഗോൾഗി അപ്പാരറ്റസിൽ പാക്കേജ് ചെയ്യുന്നു മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു. അങ്ങനെ മെറ്റീരിയൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വെസിക്കുലാർ സ്ട്രക്ചേഴ്സ് ആണ് ലൈസോസോംസ് എന്ന് പറയുന്നത്. ലൈസോസോംസ് കണ്ടെയ്ൻ ഓൾ ദി ഹൈഡ്രോളിറ്റിക് എൻസൈംസ്. അതായത് എല്ലാത്തരം എൻസൈംസും അതിനകത്തുണ്ട്. ലിപ്പേസ്, പ്രോട്ടിയേസ്, കാർബോഹൈഡ്രോക്സിലേസ്, ന്യൂക്ലിയേസ്, ഇങ്ങനെ എല്ലാത്തരം എൻസൈംസും. എല്ലാ എൻസൈമിന്റെ എല്ലാം എൻഡ് ചെയ്യുന്നതാണ് ഏസ് എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുന്നത്. എൻസൈംസ് ASE എന്നാണ് എൻഡ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി എൻസൈം എൻഡ് വിത്ത് ASE. അപ്പോൾ ലിപ്പേസ്, പ്രോട്ടിയേസ്, കാർബോക്സിലേസ്, കാർബോഹൈഡ്രോക്സിലേസ്, ന്യൂക്ലിയേസ്, ഇങ്ങനെ ഒരുപാട് എൻസൈം, എല്ലാത്തരം എൻസൈമും ഈ വെസിക്കുലാർ സ്ട്രക്ചേഴ്സ്, അതിനകത്ത് സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന വെസിക്കുലാർ സ്ട്രക്ചേഴ്സ്, ഇങ്ങനെ ഇടക്കിടക്കായിട്ട് വെസിക്കുലാർ സ്ട്രക്ചേഴ്സ് കാണും. അത് ഗോൾഗി ബോഡീസിൽ പാക്കേജിങ്ങിന്റെ സമയത്ത് ഉണ്ടാകുന്നതാണ് ഈ വെസിക്കുലാർ സ്ട്രക്ചേഴ്സ്. അതിനകത്ത് നിറച്ച് എൻസൈമാണ്, എല്ലാത്തരം എൻസൈമും ഉണ്ട്. ഈ എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താണ്? ലിപ്പേസ് ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ പ്രോട്ടിയേസ് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഓരോ ഓർഗാനിക് കോമ്പൗണ്ടും ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ മെറ്റീരിയൽസിനെയും ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ എൻസൈംസ്. ഇതെല്ലാം ഈ ലൈസോസോമില് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലൈസോസോംസ് എന്ന് പറയുന്നത് ദേ ആർ എൻസൈം ഫിൽഡ് വെസിക്കിൾ. എൻസൈം നിറഞ്ഞിരിക്കുന്ന വെസിക്കിൾസ് ആണ് ലൈസോസോംസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇതെല്ലാം ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു, അല്ലെ? ഈ പറഞ്ഞ കാർബോക്സിലേസ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ഇതെല്ലാം ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുകൂടാതെ they may be used to destroy the invading viruses and bacteria. സെല്ലിനകത്തേക്ക് അതിക്രമിച്ച് കയറുന്ന വൈറസിനെ, ബാക്ടീരിയയെ ഒക്കെ നശിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇനി ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു പ്രവണത അതിനുണ്ട്. ആര് കയറിയാലും അത് നശിപ്പിച്ചു കളയുന്നു. ഇനി ചിലപ്പോ സെല്ലിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഒരു അൺഫേവറബിൾ സിറ്റുവേഷൻ വന്നാൽ, they digest the cell itself. ആ സെല്ലിനെ തന്നെ അത് ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ സെല്ലിനകത്താണ് അതിരിക്കുന്നത്, ആ സെല്ലിനെ തന്നെ അത് ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യുന്നു. അപ്പോൾ സെല്ല് സൂയിസൈഡ് ചെയ്യാനായിട്ട് അതിരിക്കുന്ന സെല്ലിനെ തന്നെ അത് നശിപ്പിച്ച് കളയുന്നു എന്ന് പറഞ്ഞാൽ അത് സൂയിസൈഡ് ചെയ്യുന്നു. So they are known as suicidal bags.
when a cell get damaged, the lysosome burst and it destroy the cell itself. ആ സെല്ലിനെ തന്നെ അത് നശിപ്പിച്ചു കളയുന്നു. So they are known as suicidal bags. മനസ്സിലായല്ലോ? Next one, vacuole. They are large membrane-bound structures in the plant cell. It contains water, sap, and excretory product. സെല്ലിന് വേണ്ടാത്ത സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരു സെല്ലാണെങ്കിൽ, സെല്ലില് പ്ലാന്റ് സെല്ലാണെങ്കിൽ ആ പ്ലാന്റ് സെല്ലില് ഒരു മേജർ പോർഷൻ ഈസ് ഓക്യുപ്പൈഡ് ബൈ വാക്യൂൾ. മനസ്സിലായ? ന്യൂക്ലിയസ് ഒക്കെ ഒരു സെല്ലിന്റെ അരികിൽ മെച്ചറായി കഴിയുമ്പോൾ, ചെറുതായിരിക്കുമ്പോൾ അങ്ങനെയായിരിക്കും, ന്യൂക്ലിയസ് നടുക്കായിരിക്കും പ്ലാന്റ് സെല്ലാണെങ്കിലും. അപ്പോൾ വാക്യൂള് ചെറുതായിട്ട് എവിടെന്നെങ്കിലും ഉണ്ടായി വരുന്നതേ ഉണ്ടാവുള്ളൂ. മെച്ചറായി കഴിയുമ്പോൾ ആ വാക്യൂൾ അങ്ങ് സെല്ലിനകത്ത് നിറയുന്നു, ന്യൂക്ലിയസ് ഒരു അരികിലേക്ക് മാറുന്നു. അപ്പോൾ അങ്ങനെ അതിനകത്ത് സെല്ലിന് വേണ്ടാത്ത സംഗതികളൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ് വാക്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ മെംബ്രെയിൻ, എ സിംഗിൾ മെംബ്രെയിൻ known as tonoplast. ടോണോപ്ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. വാക്യൂളിന്റെ മെംബ്രെയിൻ പറയുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. വാക്യൂളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വാക്യൂൾ ഹെൽപ് ടു ട്രാൻസ്പോർട്ട് അയോൺസ് ഇൻ ടു ദി സെൽ. ഇതിനകത്തോട്ട് അയോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. വേണ്ടാത്ത സംഗതികളൊക്കെ അത് അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നു. ഉള്ളിലേക്ക് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഇതിനകത്ത് ഒരുപാട് ചിലപ്പോൾ ഇതിനകത്ത് സംഗതികൾ നിറഞ്ഞിട്ടുണ്ടാവും. സാധാരണ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് അല്ലേ? ഏതാണോ കൂടുതലുള്ളത് ആ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ഓൾറെഡി കൂടുതലുണ്ടെങ്കിലും വീണ്ടും ഈ പുറത്തു നിന്ന് അത് ഉള്ളിലേക്ക് സാധനങ്ങളെ വലിച്ചെടുക്കുന്നു. വേണ്ടാത്ത സാധനങ്ങളെല്ലാം അത് അതിലേക്ക് എടുക്കുന്നു. മനസ്സിലായോ? അപ്പോൾ വാക്യൂൾ ഇതിനകത്ത് ഒരുപാട് ട്രാൻസ്പോർട്ട് ഓഫ് അയോൺസ്, അയോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് വാക്യൂളാണ്. അപ്പോൾ വാക്യൂൾ ഹെൽപ് ടു ട്രാൻസ്പോർട്ട് ദി അയോൺസ് ആൻഡ് അതർ മെറ്റീരിയൽസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എതിരായിട്ട് അയോൺസും അതുപോലെ മറ്റ് മെറ്റീരിയൽസും ഒക്കെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് വാക്യൂളാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എൻഡോമെംബ്രെയിൻ സിസ്റ്റം, അതിനെക്കുറിച്ചാണ് പഠിച്ചത്. എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് അതിനകത്ത് 4 മെമ്പേഴ്സ് ആണുള്ളത്. ഒന്ന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോംസ് ആൻഡ് വാക്യൂൾ. ഈ 4 ഓർഗനൽ ചേർന്നതാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ബിക്കോസ് their functions are coordinated. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.